അപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവിതം എന്താണെന്ന് ഒരാൾ അന്വേഷിക്കുകയാണ്, ഒരു ശാസ്ത്രീയമായ ഒരാൾ അന്വേഷിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇപ്പോൾ സാധാരണ പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള അന്വേഷണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇത് ഒത്തിരി സീരിയസ് ആയിട്ട് ഈ വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്ന വ്യക്തികളാണ് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നത്. അപ്പോൾ തന്നെ പൊതുജനങ്ങളെ സംബന്ധിച്ച് ജാഗ്രത അവസ്ഥയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് ജാഗ്രത അവസ്ഥ മാത്രമാണ് സത്യം. ഈ ജാഗ്രത അവസ്ഥയിൽ സുഖിക്കാനുള്ള ജീവിതത്തിന് ഇന്ദ്രിയ സുഖങ്ങളും ആസ്വാദനങ്ങളും എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ എന്താണ് ഈ ജാഗ്രത അവസ്ഥയ്ക്ക് പരിപോഷിപ്പിക്കാവുന്നതെന്നുള്ളതാണ് പൊതുജനത്തിൻ്റെ ഒരു ജീവിത ലക്ഷ്യം. പക്ഷേ ഈ പൊതുജനത്തിൻ്റെ ഈ ജീവിത ലക്ഷ്യത്തിൽ ഒരു കുഴപ്പമുണ്ടെന്ന് ഗുരുക്കന്മാർ കണ്ടുപിടിച്ചു. കാര്യം ഈ ജാഗ്രത അവസ്ഥയ്ക്ക് കാരണം എന്താണെന്നും ആ കാരണത്തെ എല്ലാം ബാലൻസ് ചെയ്ത് ഹാർമോണൈസ് ആയിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു ജീവൻ, ഒരു മനസ്സ്, ജീവൻ, ശരീരം എന്നിങ്ങനെ 3 തലത്തിൽ ബോധതലം ഉണ്ടെന്നും ഇതിന് 3നെ ബാലൻസ് ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവന് ശരീര മനസ്സുകളെ എല്ലാം ബാലൻസ് ചെയ്ത് അസുഖങ്ങളും ഇതൊന്നും ഒഴിവാക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഒരുപാട് ഇഷ്യൂസ്, പല വിധത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്ന് ഗുരുക്കന്മാർ മനസ്സിലാക്കി. അപ്പം ഈ ജാഗ്രത അവസ്ഥയെ മാത്രം വിലയിരുത്തിക്കൊണ്ട്, ഇന്ദ്രിയം കൊണ്ട്, ബ്രെയിനും കൊണ്ട്, മനസ്സും കൊണ്ട് അനുഭവിക്കുന്ന ഈ ജാഗ്രത അവസ്ഥയെ മാത്രം വിലയിരുത്തിക്കൊണ്ട് പോയാൽ പറ്റൂല. അവൻ്റെ ആ ജാഗ്രത അവസ്ഥയ്ക്ക് കാരണം എന്ത്, അത് സ്വപ്ന മനസ്സെന്നും ആ സ്വപ്നത്തിന് കാരണം സുഷുപ്തിയിലും ആ സുഷുപ്തിക്ക് കാരണം എവിടെ എന്നിങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഗുരുക്കന്മാർ ഈ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, ഇതെല്ലാം ലോക ഗുരുക്കന്മാർ നമ്മുടെ ഗുരുവും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ജാഗ്രൽ സ്വപ്ന സുഷുപ്തിയും ആ ജാഗ്രൽ സുഷുപ്തി എന്ന് പറയുന്ന തുര്യാവസ്ഥയെക്കുറിച്ചെല്ലാം ഗുരു സംസാരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ജാഗ്രൽ സ്വപ്ന സുഷുപ്തി ആയിട്ടുള്ള ഈ ബോധമണ്ഡലങ്ങളെ അതിവർത്തിച്ച ഈ തുര്യബോധം എന്താണെന്ന് അറിയണമെങ്കിൽ, അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും പരീക്ഷിച്ച് അന്വേഷിച്ച് കണ്ടെത്താവുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ ഇന്ദ്രിയങ്ങളും ബ്രെയിനും കൊണ്ട് ദ്യോതിപ്പിക്കുന്ന ഈ ജാഗ്രത് അനുഭവം, ബ്രെയിനും കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചും അനുഭവിച്ച് നേടുന്ന ഈ ജാഗ്രത അനുഭവം, മനുഷ്യൻ്റെ മനസ്സ്, ഇന്ദ്രിയവും ബ്രെയിനും മനുഷ്യൻ്റെ നേരത്തെ ഉള്ള ഉപബോധ മനസ്സിൻ്റെ പ്രോഗ്രാമും കൊണ്ട് അനുഭവപ്പെടുന്ന ഈ ജാഗ്രത എക്സ്പീരിയൻസിന് അപ്പുറമായ എന്തെങ്കിലും സത്യം മനുഷ്യൻ്റെ ഉള്ളിലുണ്ടോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ജാഗ്രൽ സുഷുപ്തി എന്ന് പറയുന്ന ഒരു അനുഭവം വരണം. അപ്പോൾ ഈ ജാഗ്രത് സുഷുപ്തി എങ്ങനെ വരും? അത് ഗുരു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജാഗ്രൽ സുഷുപ്തി എങ്ങനെ വരും? അപ്പോൾ മനുഷ്യൻ്റെ സകല ചിത്തവൃത്തിയെയും സ്റ്റോപ്പ് ചെയ്യണം. അതായത് മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് നടക്കുന്ന സകല ചിന്തകളെയും സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഈ ചിന്തകളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മനുഷ്യന് ഉപബോധ മനസ്സിലും, ഉപബോധ മനസ്സിൽ അബോധ മനസ്സിലും ഉണർന്ന് ജാഗ്രൽ സുഷുപ്തി എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് എത്തും. പക്ഷേ ഇത് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. എന്തുകൊണ്ടാണ്? ഈ ചിന്തകൾ എന്ന് പറയുന്ന സംഭവം സ്റ്റോപ്പ് ചെയ്യില്ല. ചിന്തകളെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു കർമ്മഗതിയാണെന്നും ഇതൊരു പ്രോഗ്രാം പോലെ ഇങ്ങനെ ഉണ്ടായി വരുന്നതാണെന്നും ഇത് കർമ്മഗതികൾ പൊട്ടി, അല്ലെങ്കിൽ ഇതിനെ ദർശനം കൊണ്ട്, ഇതിനെ കണ്ട്, ഈ ദർശനം എന്നാണ് പറയുന്നത്,